ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹറും മരിയയും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. എങ്കിലും ആ പാസ്പോർട്ട് ഇത് എവിടെ പോയി എന്ന് ആലോചിക്കുന്നുണ്ട്. മരിയ പറയുന്നുണ്ട്, സാരിടാ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പാസ്പോർട്ടിനെയും ടിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. എങ്കിൽ ഞാനെന്നാൽ പോട്ടെ എന്ന് പറയുന്നത് ശരി എന്ന് പറയാണ്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ആ സമയം സരിയുവാണെങ്കിൽ സന്തോഷത്തോട്ടിരിക്കുകയാണ്. അവനിപ്പോൾ വരും, ആകെ ചമ്മി നാണം കെട്ട് അവനിപ്പോൾ വരും, വരട്ടെ, അവനിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉമ്മർത്ത് തന്നെ മനോഹർ അങ്ങനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മനോഹർ കാറിൽ നിന്ന് ഇറങ്ങി പതുക്കെ സരിയുടെ അടുത്തിന് എങ്ങനെ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. സരിയുടെ അടുത്ത് സന്തോഷത്തോടെ മനോഹർ വരുമ്പോൾ സരിയു ചോദിക്കട്ടെ, അയ്യോ മനുവേട്ടൻ എന്താ രാവിലെ പോയെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ തിരിച്ചു വന്നത്, എന്ത് പറ്റി മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയണ്ട, ഒന്നും പറയണ്ട മോളൂ, ഫ്ലൈറ്റ് മിസ്സായിപ്പോയി, ആ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി. ഫ്ലൈറ്റോ? ഏത് ഫ്ലൈറ്റ്? സിംഗപ്പൂരിൽ നിന്ന് കുറച്ച് ക്ലയൻസൊക്കെ വരാനുണ്ടായിരുന്നു, അവരുടെ കൂടെ ആയിരുന്നു അമേരിക്കയിൽ പോകാൻ നിന്നത്. അപ്പോഴാണ് ആ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയത്. അതുകൊണ്ട് അവർ സിംഗപ്പൂർ അപ്പുറ വഴി തിരിച്ചാണ് ഇനി വരുന്നത്. അതിനിപ്പോൾ സമയം എടുക്കുമെന്നാണ് പറയണത്. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയാൽ മനുവേട്ട, രാവിലെ എൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടല്ലേ മനുവേട്ടൻ പോയത്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അവസ്ഥയായില്ല മനുവേട്ട, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അതേ മോളൂ, 25 കോടി രൂപയുടെ ബിസിനസ്സാണ് നഷ്ടമായത്. സാരില്ല, 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കാം എന്ന് പറയാണ്. അപ്പോൾ സരിയു മനസ്സിൽ വിചാരിക്കുകയാണ്, അതേടാ നീ പോകും, ഇനി നീ പോകണം അമേരിക്കയിലേക്കല്ല പരലോകത്തേക്കാടാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട്ടിരിക്കുകയാണ്. എന്താ മനുവേട്ട ആലോചിച്ചിരിക്കണത്? ഒന്നുമില്ല മോളൂ. അല്ല മനുവേട്ടനെ ചായ എടുക്കണോ? ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചതാണ്, അല്ലെങ്കിൽ വേണ്ട ചായ എടുത്തോ. അല്ല കുഞ്ഞെവിടെ? അവൾ മുകളിലുണ്ട്. എന്താണെന്നറിയില്ല, മനുവേട്ടൻ പോയ പിന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. മനുവേട്ടൻ കിടന്ന സ്ഥലമൊക്കെ അവൾ നോക്കുമായിരുന്നു. അച്ഛനടുത്ത് കിടക്കായിരുന്നല്ലേ, പെട്ടെന്ന് അച്ഛൻ എഴുന്നേറ്റ് പോയപ്പോൾ അവളത് ശ്രദ്ധിക്കുമായിരുന്നു. അത് ശരിയാ, ഒരു കണക്കിന് ഞാൻ തിരിച്ചു നന്നായി അല്ലേ മോളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ മോളുടെ കൂടെയും കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കാമല്ലോ. അല്ല മോൾക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല മനുവേട്ട, എവിടെയും പോകാനില്ല. അല്ല എവിടെയെങ്കിലും ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല മനുവേട്ട, ഇന്നലെ മനുവേട്ടൻ എല്ലാ സാധനങ്ങളും എനിക്ക് വാങ്ങിച്ചതല്ലേ, എവിടെയും പോകാനില്ല. എന്നാൽ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് വരാം, മോള് ചായ എടുത്തോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹർ മുകളിലേക്ക് പോവാണ്. സരിയോ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ, ഒരാഴ്ച മുമ്പത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് മനോഹറിൻ്റെ കൂടെ മരിയയുടെ ഫ്ലാറ്റിൽ ഇറങ്ങിയ സമയത്തുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുക കേട്ടോ. അങ്ങനെ മരിയയുടെ ഫ്ലാറ്റിലെത്തുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, മോള് സരിയു നീ എന്താ വെച്ചാൽ നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ സരിയു പെട്ടിയൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്താണ് മനോഹറിൻ്റെ ഫോണിലേക്ക് മരിയയുടെ കോൾ വരുന്നത് കാണിച്ചതല്ലോ. മരിയ വിളിക്കുമ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് പതുക്കെ മുങ്ങി പുറത്തേക്ക് പോയി സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുകയാണ്. ആ സമയത്താണ് സരിയു ആ ബാഗിൽ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ കാണിക്കണത്. സരിയു നോക്കുമ്പോൾ അതിൽ മനോഹറിൻ്റെ മാത്രമല്ല മരിയയുടെ ഉണ്ട്. മനോഹറിൻ്റെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല, മരിയയുടെയും കൂടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മരിയയുടെ മനോഹറിൻ്റെ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ ആ ദിവസമാണ് സരിയു കൈക്കലാക്കണം കേട്ടോ. ശേഷം അത് ഒളിപ്പിച്ചു വെക്കായിരുന്നു സരിയു. എൻ്റെ ഇപ്പം ആലോചിക്കുന്നത് കാണിക്കണം. അപ്പോൾ സരിയു ഇപ്പം ആലോചിക്കുന്നുണ്ട്, അന്ന് അത് ചെയ്തത് വളരെ നന്നായി, അതുകൊണ്ട് അവരുടെ പോക്ക് ക്യാൻസലായിപ്പോയി. ഇനി ഇവൻ എന്തായാലും അമേരിക്കയിലല്ല, ഇവൻ പോകുന്നത് പരലോകത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞ് സരിയു ഇങ്ങനെ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ അമ്മുമ്മേനെയാണ്. അമ്മുമ്മ കല്യാണിയെടുത്തും ദീപെടുത്ത് സംസാരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കല്യാണിയെടുത്ത് പറയണ്ട, എൻ്റെ മോളെ അവനെ സൂക്ഷിക്കണം, പ്രകാശന് അവന് എന്താവശ്യമുണ്ട്, വിക്രത്തിനെ പരോളിലിറങ്ങിയ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. ദീപ പറയണ്ട്, അത് തന്നെയാമ്മ ഞാൻ ഇവളോട് പറയണത്. എന്ത് പറയാൻ, ആര് പറയാൻ, എന്ത് കേൾക്കാൻ, ഒന്നും കേൾക്കുന്നില്ല ഇവള് എന്ന് പറയുമ്പോൾ രാമോമ്പ പറയണ്ട്, മോളെ നോക്ക് കല്യാണി, എനിക്കറിയാം നിനക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്, പക്ഷേ അവൻ മാറിയെത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പരോളിലിറങ്ങിയ വിക്രത്തിനെ അവൻ കൂട്ടിക്കൊണ്ടുപോയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട്, അമ്മമ്മ മാറിയത് പറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ലായിരുന്നു ആദ്യമൊന്നും. ഇപ്പം അച്ഛനെ കാണിക്കുന്ന പോലെയായിരുന്നു നമ്മളുടെയൊക്കെ പെരുമാറ്റം. അതിനുശേഷം അമ്മമ്മ സാന്ത്വനത്തിലേക്ക് പോയപ്പോഴാണ് ഞങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. പിന്നെ അച്ഛൻ കാരണമല്ലേ കിരണേട്ടൻ്റെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. അന്ന് രാഹുലിൻ്റെ കൂടെ അച്ഛൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കിരണിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഒരിക്കലും ഇപ്പം ഉണ്ടാവില്ലായിരുന്നു. മോളെ അതൊക്കെ ശരി തന്നെയാണ്, അവൻ ചെയ്തത് അന്ന് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പം അവൻ ചെയ്തത് നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. അമ്മമ്മ അതുപോലെ തന്നെ വിക്രത്തിൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ അവൻ്റെ കൂടെ കഴിയണത്. മോളെ വിക്രം പോലെയല്ല രാഹുൽ. വിക്രത്തിൻ്റെ അവൻ്റെ പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മോൾക്കറിയാലോ, വിക്രം ജനിച്ചപ്പോൾ തൊട്ട്, അതായത് ദീപയുടെ വയറ്റിലുള്ളപ്പോൾ തൊട്ട് അവൻ ഇന്നലെ വരെ അവനെ കൈ
കൈവെള്ളയെ വെച്ചെടുക്കായിരുന്നു പ്രകാശൻ. ഇപ്പോഴല്ലേ അവൻ തള്ളിക്കളഞ്ഞത്. അത് തള്ളിക്കളഞ്ഞോന്ന് ആർക്കറിയാം. അവനെ സൂക്ഷിക്കണം മോളെ. എന്നാൽ അകത്ത് കയറ്റുള്ള ഇതൊന്നും ഇനി വേണ്ട. അമ്മമ്മ ഇല്ലെങ്കിൽ അകത്തൊന്നും കയറ്റുന്നില്ല. അകത്തുനിന്നല്ല, ഇനി അവൻ്റെ വീട്ടിൽ കാണാൻ മോള് പോകണ്ട. അവനെയും കൊണ്ട് എവിടെയും മോള് പോകണ്ട. അവനെ കാണാനും മോള് ശ്രമിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും ദീപ പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞാണ്. ബാക്കി മക്കളൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവള് മാത്രം കേൾക്കില്ല. ഇവൾക്കാണെങ്കിൽ പ്രകാശൻ വെച്ചാൽ ഇപ്പം ജീവനാ. എപ്പോഴും പ്രകാശിനെക്കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂ ഇവൾക്കിപ്പോൾ എന്ന് പറയാണ്. എൻ്റെ പൊന്നുമോളെ, നിനക്ക് ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്. എങ്കിലും കുറച്ച് നാൾ കൂടി നീ എങ്ങനെയായാലും പ്രകാശിനെ അകറ്റി നിർത്തിയേ പറ്റൂ മോളെ. വിക്രം പരോള് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകുമായിരിക്കുമല്ലോ. 1-2 ആഴ്ചയിൽ അവനുള്ളൂ. അതിനുള്ളിൽ അവനെ കാണാൻ വേണ്ടി ശ്രമിക്കാതിരിക്കണേ നല്ലത്. എന്തായാലും എനിക്കൊന്ന് പ്രകാശിനെയും വിക്രത്തിനൊന്നും കാണണം. വേണ്ട അമ്മമ്മേ, പോകണ്ട. ആ വിക്രം അമ്മമ്മേനെ എന്തിനു ചെയ്യും? മോളെ, ഞാൻ ആയുസ് അടുത്തിരിക്കണല്ലേ, ഇന്നോ നാളെ വെച്ച് പോകാനിരിക്കുകയാണ്. എനിക്കിപ്പോൾ അവൻ ജീവൻ എടുത്താൽ എന്താ? ഒന്നുമില്ല മോളെ, പക്ഷേ നിങ്ങളുടെ ജീവൻ എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് ദീപ പറയുമ്പോൾ, വേണ്ട മോളെ, ഒന്നും വേണ്ട, ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ പോണത് പ്രകാശിൻ്റെ അടുത്തേക്കാട്ടോ. പ്രകാശിന് ആ സമയത്താണെന്നുണ്ടെങ്കിൽ കല്യാണിയുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, കല്യാണിനെ അകറ്റിയതോ ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് അമ്മമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അമ്മമ്മനെ കാണുമ്പോൾ തന്നെ പ്രകാശ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും, എടാ പ്രകാശ, നിനക്ക് നാണുണ്ടാടാ? ആ കല്യാണി മോള് നിന്നെ കൈവെള്ളി വെച്ചിട്ടാണ് നടക്കണത്. നിൻ്റെ കാല് ശരിയാക്കി തരാം, അതിൽ സ്റ്റീലിട്ട് തരാമെന്ന് വരെ മോള് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്ത് പണിയാടാ കാണിക്കണത്? ഞാൻ എന്ത് ചെയ്തു അമ്മേ? ആ വിക്രത്തിനെ എന്തിനാടാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവനെ പരോളിലിറങ്ങി അവനെ എന്തിനാടാ നീ സഹായിക്കണത്? അമ്മേ, അതിനുള്ള കാരണം നമുക്ക് മനസ്സിലായില്ലേ അമ്മേ? അമ്മേ, അവൻ എന്തൊക്കെയോ ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ ഒറ്റയ്ക്കല്ലേ അമ്മേ, അവൻ്റെ കൂടെ ആരോ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അറിയാനും അത് ആരൊക്കെയാണെന്ന് അറിയാനായിട്ടാണ് അമ്മേ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നത്. എടാ പ്രകാശ, നീ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. അവൻ പരോളിലിറങ്ങിയപ്പോൾ നിൻ്റെ സ്വഭാവം മാറി. എടാ, നീ നിൻ്റെ പെമ്മക്കളെ കൊല്ലാൻ വേണ്ടി അവൻ്റെ കൂട്ട് നിൽക്കില്ലേ? അമ്മേ, ഒരിക്കലുമില്ല അമ്മേ, ഒരിക്കലുമില്ല. എൻ്റെ പെമ്മക്കളെ രക്ഷിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല, എൻ്റെ ഒരു സ്വപ്നം ഓണത്തിന് എല്ലാവരും ഒത്തുകൂടിയിട്ട് അമ്മ വിചാരിക്കുന്ന പോലെ അല്ല വിക്രത്തിനെ ഞാൻ കൂടെ നിർത്തിയേക്കണത്. അവൻ്റെ നീക്കങ്ങൾ അറിയാനായിട്ടാണ് അമ്മേ. പക്ഷെ അവൻ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയണം. എടാ നോക്ക്, നീ അവൻ്റെ കൂടെ എങ്ങാനും കൂടിയിട്ട് പെമ്മക്കൾക്കെതിരെ എന്തെങ്കിലും ചെയ്ത് കയ്യിലുണ്ടോ പ്രകാശ എന്ന് പറയാം. അമ്മേ, ഒന്നും ചെയ്യില്ല പിന്നെ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അവൻ്റെ ഭക്ഷണത്തിൽ കുറച്ച് വിഷം കലക്കി അവനോട് കൊല്ലടാ. എന്താ നിനക്കത് ചെയ്യാൻ വല്ല മടിയുണ്ടോ? എന്നാൽ ഞാൻ ചെയ്യാടാ, അല്ലെങ്കിൽ അവൻ്റെ 2 കാലും തല്ലി ഒടിക്കടാ നീ എന്ന് പറയാണ്. അമ്മേ, എനിക്കിതൊക്കെ അറിയാം, അല്ലെങ്കിൽ നിനക്ക് പറ്റില്ലെങ്കിൽ പറയടാ, ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവൻ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് അവനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അമ്മേ. അവനിപ്പോൾ പെട്ടെന്ന് തന്നെ പരോള് കഴിഞ്ഞിട്ട് പോകുമല്ലോ, അതിനുള്ളിൽ നമുക്ക് അവൻ എങ്ങനെയെങ്കിലൊക്കെ നീക്കങ്ങളൊക്കെ അറിഞ്ഞ് അതിന് പിന്തിരിപ്പിക്കണം. അവൻ പരോളിൽ തിരിച്ച് പോട്ടേമേ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മമ്മ നോക്കുമ്പോഴേക്കും വിക്രം ബൈക്കിന് ഇങ്ങോട്ട് വരുവാട്ടോ. പ്രകാശം പറഞ്ഞ, അമ്മേ ദേ അവൻ വരുന്നുണ്ട് എന്ന് പറയാണ്. വിക്രം ദേഷ്യത്തിൽ ബൈക്ക് സ്പീഡിൽ അമ്മമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് അമ്മമ്മ പറയണ്ടേ, എടാ വിക്രം, നീ വന്നല്ലേ പരോളിന്? എടാ നീ പോത്തിൻ്റെ മുകളിൽ കയറി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് പോത്തല്ലല്ലോടാ, നീ ബൈക്കിൻ്റെ മുകളിലാണ് കയറി വന്നിരിക്കണത് എന്ന് പറയുമ്പോൾ, എടോ ആര് പണ്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്? ആര് പണ്ടാണ് ഇവരെ കൊണ്ടുവന്നത്? ഈ കിളവീനെ ആര് പണ്ടാണ് കൊണ്ടുവന്നത്? എടി കിളവി, നീ ഭയങ്കര സാധനമാണ്. പൊന്നുപോലെ എന്നെ നോക്കിയിട്ടേ ഇപ്പം നീ അവരുടെ കൂടെ ചാഞ്ഞില്ലേ? കുറച്ച് പണം കണ്ടപ്പോഴേക്കും നീ അവരുടെ കൂടെ പോയി അല്ലേ കിളവി എന്ന് പറയണം. എടാ വിക്രമേ, നോക്കിക്കേ, നിൻ്റെ 2 കാല് തല്ലിയൊടിക്കാൻ എനിക്കറിയാടാ. അല്ലെങ്കിൽ കിരൺ മോനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിൻ്റെ 2 കാലും അവൻ തല്ലിയൊടിക്കും. പക്ഷെ ഞാൻ അവനോട് പറയില്ലടാ, കാരണം അവനെ ചെറുപ്പമാണ്. കല്യാണി മോളുടെ കൂടെയും ഇവരുടെ കൂടെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവൻ ജയിലിൽ പോയി കിടക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത്. പക്ഷെ നീ വെളച്ചിലെടുത്താലേ നിന്നെ ഞാൻ തല്ലി കൊല്ലോടാ. എങ്കിൽ കൊല്ലുകളവി, അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും. വയസ്സായവർ, അപ്പോഴവർക്കൊരു കുറവുമില്ല. എടാ നിന്നെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിയത്, എന്നിട്ട് നീ എന്താണ് നന്നാവാത്തത്? നന്നാവില്ല കിളവി എന്ന് പറഞ്ഞാൽ, എടോ ആരോട് വിളിച്ചിട്ടാണ് ഇവരെ കയറ്റിയത് എന്ന് പറയുമ്പോഴേക്കും, എന്നെ ആരും വിളിച്ച് കയറ്റിയെന്നിടാ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നേടാ, എനിക്ക് നിങ്ങളെ കാണണ്ട. അവർ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുക, അപ്പോഴാണ് എന്നെ ശപിക്കാൻ വേണ്ടി വന്നിരിക്കണത്. അതേടാ, ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്, നിന്നെ അല്ല, ദീപേനെ കല്യാണിനെയൊക്കെ. ദേ ഇത് വേണ്ടി നിലത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കുകയാണ്. ഇതുപോലെ മണ്ണെടുത്തിട്ട് ദീപയുടെ കല്യാണിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ് നശിഞ്ഞു പോകുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ. പക്ഷെ ഇപ്പം ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് മണ്ണ് കയ്യിലേക്ക് എടുത്തിട്ട് പ്രകാശിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ അമ്മുമ്മ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ആ മണ്ണ് വലിച്ചെറിയാണ്. നീ നശിഞ്ഞു പോവാടാ, നാരണക്കല്ല് നീ എടുക്കോടാ എന്ന് പറയുമ്പോൾ, ഇറങ്ങി പോയി കളവി ഇവിടെ നിന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തള്ളും എന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളുവാണ്. എടാ നീ എന്ത് പണിയാടാ കാണിച്ചത്? ഓഹോ, അപ്പോൾ അവരെന്നെ പ്രാഗ്യതും ഷർട്ടിന് കുത്തിപ്പിടിച്ചത് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ എന്ന് പറയാണ്. നിനക്ക് ഞാൻ കാണിച്ചിടാടാ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്ന് പോവുകയാണ്. അമ്മമ്മ പോയി കഴിയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എടോ പ്രകാശ, താൻ 2 വഞ്ചിലും കാല് വെക്കുവാണല്ലേ, തൻ്റെ
പെമ്മക്കളെയും ഇപ്പോൾ പോയ കിളവിനെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കുമല്ലേ എടോ? അയ്യോ മോനെ ഒരിക്കലുമല്ല എടോ, നോക്കടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളുവാണ്. അപ്പോൾ പ്രകാശൻ നിലത്തേക്ക് വീടുണ്ട് കേട്ടോ. എൻ്റെ പ്രകാശിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം അങ്ങനെ വലുതുമാണെങ്കിൽ തന്നെ കൊന്നുകളോട് ഞാൻ എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് കയറി പോവാണ്. പ്രകാശൻ അവിടെ തന്നെ കിടന്നിട്ട് തന്നെ അങ്ങനെ കിടന്ന് നിരങ്ങുവാട്ടോ. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.